ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മളെ വീടുകളിൽ ഒട്ടുമിക്ക എല്ലാവരും തക്കാളി കൃഷി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാനും വീട്ടിൽ അതേപോലെ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടമ്മമാരൊക്കെ അടുക്കളത്തോട്ടത്തിലൊക്കെ ആയിട്ട് തക്കാളി കൃഷി ചെയ്യും. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി ആവശ്യത്തിനായിട്ടുള്ള തക്കാളി നമുക്ക് രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ തന്നെ ജൈവമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ഇതുപോലെ കായ്പ്പിച്ചെടുക്കാം. അപ്പോൾ ഡെയിലി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തന്നെ പാകമായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അതിനനുസരിച്ച് അത് പൂവിട്ടും കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തക്കാളി പഴുത്തിട്ട് നമ്മളൊരു പറിക്കാനായിട്ടുള്ള ഇതുപോലെ പറിക്കാനായിട്ടുള്ള ഒരു പാകമായിട്ട് വരുന്ന ടൈമിലാണ് ഈ തക്കാളിൻ്റെ മൂട്ടിൽ ഇതുപോലൊരു കേട് വരുന്നത് കാണാം. ഈ മൂട് ഭാഗത്താണ്, പഴുത്ത തക്കാളിൻ്റെ മൂട് ഭാഗത്തായിട്ടാണ് ഇതുപോലെ ഒരു കേട് വരുന്നത്. അപ്പോൾ ഈ കേട് എങ്ങനെയാണ് തക്കാളിക്ക് വരുന്നത് എന്നും ഇത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തക്കാളി ഇങ്ങനെ പഴുത്ത് പാകമായി വരുന്ന ടൈമിൽ തക്കാളിൻ്റെ മൂട്ടിലായിട്ട് ഇതുപോലെ ഒരു ചീച്ചില് പോലെ വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റിന്റെ കുറവ് മൂലമാണ് തക്കാളിക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ വീടുകളിൽ ഗ്രോ ബാഗിൽ അതേപോലെ പോട്ടിലൊക്കെ നട്ടിട്ടുള്ള തക്കാളി ചെടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക. കാരണം മണ്ണിൽ നമ്മൾ നട്ട തക്കാളി ചെടികൾക്ക് അതിൻ്റെ കാൽസ്യം നൈട്രേറ്റ് മണ്ണിൽ നിന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുള്ള തക്കാളി ചെടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കാൽസ്യം നൈട്രേറ്റ് മാത്രമേ പ്ലാന്റിന് കിട്ടുള്ളൂ. അപ്പം എൻ്റെ അടുത്തും അതേപോലെ ആദ്യം കായ്ച്ച് പഴുത്ത് പാകമായി വരുന്ന പഴങ്ങളിൽ ഇതേപോലത്തെ കേടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പ്രതിവിധി ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കുറഞ്ഞു വന്നത്. ഇപ്പോഴും എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ട്, എന്നാലും അത് കുറഞ്ഞു വരും. ഞാനിപ്പോഴാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ കേട് തക്കാളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവ രൂപത്തിലും തടയാം, രാസരൂപത്തിലും തടയാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ഒരു തക്കാളി തൈ നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുമല്ലോ. അപ്പോൾ പോട്ടി മിക്സ് റെഡി ആക്കുന്ന ടൈമിൽ അതിൽ നല്ല രീതിയിൽ കുമ്മായം മിക്സ് ചെയ്ത് ഒരു ആഴ്ച രണ്ടാഴ്ച വെച്ചതിന് ശേഷം നമുക്കതിൽ തക്കാളി തൈ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നടന്ന തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു പിടി കുമ്മായം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ തക്കാളി തൈ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് നമ്മൾ ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ തക്കാളി തൈ നട്ട് കഴിഞ്ഞതിന് ശേഷം ചെറിയ രൂപത്തിൽ നമുക്ക് ഇതേപോലത്തെ അസുഖം കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിൽ തന്നെ മുട്ടത്തോട് അതേപോലെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിൽ ഒരു 2-3 ദിവസം കുതിർത്തിട്ടതിന് ശേഷം നമുക്ക് ആ വെള്ളം എടുത്തിട്ട് ഇലകളിലും അതേപോലെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെറിയ രൂപത്തിലാണ് ഈ അസുഖമുള്ളൂ എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആ രൂപത്തിൽ ജൈവ രീതിയിൽ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിത് നല്ല രീതിയിൽ നമ്മളെ തക്കാളി ചെടികൾക്ക് നല്ല രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് വെച്ചാൽ കാൽസ്യം നൈട്രേറ്റിന്റെ കുറവ് നല്ല രീതിയിൽ ചെടികൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി കായ്ച്ചു വന്നിട്ടും ആ തക്കാളി നമുക്ക് നല്ല രീതിയിൽ പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. ഒന്ന് രാസരീതിയിലും ഒന്ന് ജൈവ രീതിയിലും. അപ്പോൾ രാസരീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗം മാറും. പക്ഷെ അതിൻ്റെ രാസവളം ഉപയോഗിച്ചതിൻ്റെ ദോഷവശങ്ങൾ നമുക്കതിന് ഉണ്ടാവും. അപ്പോൾ രാസരീതിയിലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് നമുക്ക് വളക്കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതുപോലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത് ജൈവ രൂപത്തിലാണ്. അപ്പോൾ ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറോ അല്ലെങ്കിൽ ബോട്ടിലോ എടുക്കുക. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 20 ഗ്രാം കുമ്മായം ഇട്ട് കൊടുക്കുക. അപ്പോൾ 20 ഗ്രാം എന്ന് പറയുമ്പോൾ 4 സ്പൂൺ കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം അത് വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ചെടികളെ ഇലകളിലും അതേപോലെ തണ്ടിലും ചുവട്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം നൈട്രേറ്റ് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ജൈവ രീതിയിൽ ഈ ഒരു രോഗത്തെ നമ്മൾ തടയാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ചിലർ ഒരു ഡൗട്ടായിരിക്കും, കുമ്മായം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഡോളോമേറ്റ് ഉപയോഗിച്ചൂടെ എന്നുള്ളത്. അപ്പോൾ ഡോളോമേറ്റും കുമ്മായും ഏകദേശം ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അപ്പോൾ ഡോളോമേറ്റ് രാസാണ്, കുമ്മായം ജൈവമാണ്. അപ്പോൾ കുമ്മായം നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് വെച്ചിട്ട് നമുക്ക് രാസവളം കൊടുക്കുന്ന രൂപത്തിലല്ല, ജൈവം കൊടുക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇലകളിൽ സ്പ്രേ ചെയ്ത് ഇതുപോലത്തെ കേടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്